സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഈ ഒരു കാലാംശത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീടുകളിൽ ഗർഭിണികളായ മക്കളുണ്ടാവും, സഹോദരിമാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് പണ്ട് കാലങ്ങളിലേ പറയുന്ന ഒരു പ്രധാന കാര്യമാണ്, ഒരു കാരണവശാലും ഗർഭിണികൾ രാത്രി കാലത്ത് പുറത്തിറങ്ങരുത്. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ പലപ്പം വെള്ളിയാഴ്ച ദിവസം, അമാവാസി ദിവസം, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ തീരെ വെളിയിലേക്ക് ഇറങ്ങരുത് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നുണ്ടാവുക? അതിലെന്തെങ്കിലും പൊരുളുണ്ടോ? 100% പൊരുളുണ്ട്. ഗർഭിണികൾ ഒരു കാരണവശാലും രാത്രി വെളിയിലേക്ക് ഇറങ്ങരുത്. ഇനി രാത്രി എന്നല്ല, പരമാവധി അവർ വീടിന് വെളിയിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇനി വേറെ കാര്യം, ഒരു കാരണവശാലും ഗർഭിണികളെ ഒറ്റയ്ക്ക് എവിടെയും അയക്കരുത്. വീട്ടിലായാലും അവരൊരിക്കലും ഒറ്റയ്ക്ക് ഇരുത്തരുത്. ഗർഭിണികളായ സ്ത്രീകളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് 6 മാസം പ്രായം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ, 6 മാസത്തെ ഗർഭിണി ആണെങ്കിൽ, അതിനുശേഷമുള്ള സ്ത്രീകളാണെങ്കിൽ ഒരു കാരണവശാലും അവരെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തരുത്. ചില ആൾക്കാർ പറയില്ലേ, അയ്യോ അവളെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് എനിക്ക് എവിടെയും വരാൻ പറ്റുമെന്ന് ചില അമ്മമാർ പറയാറുണ്ട്. എന്താ കാരണം? കൃത്യമായിട്ട് അതിൽ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വിഷയമൊന്നും നമുക്ക് പ്രശ്നമില്ല, ഈ പ്രശ്നങ്ങളേ നമ്മളെ ബാധിക്കില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് അതെന്താണ് പ്രശ്നം എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ വെളിയിലേക്ക് പോകാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ 6 മാസം കഴിയുമ്പോഴാണ് പെൺകുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന ആ ശിശുവിന് ചെവി കർണങ്ങളുണ്ടാകുന്നത്. 6 മാസം കഴിയുമ്പോഴാണ്. കൃത്യമായിട്ട് രാമായണത്തിൽ സമ്പാദ്യവാക്യത്തിൽ പറയുന്നുണ്ട്. 1-ാം ദിവസം എന്ത് സംഭവിക്കുന്നു, 2-ാം ദിവസം എന്ത് സംഭവിക്കുന്നു, 1 മാസമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, മുടി വളരുന്നത് എപ്പോഴാണ്, നഖങ്ങൾ വളരുന്നത് എപ്പോഴാണ്, അതുപോലെ എല്ലുകൾ വളരുന്നത് എപ്പോഴാണ്, കർണങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്, കണ്ണുകൾ ഉണ്ടാകുന്നത് എപ്പോഴാണ് എന്നൊക്കെ കൃത്യമായിട്ട് രാമായണത്തിൽ പറയുന്നുണ്ട്. അതുതന്നെയാണ് ശാസ്ത്രം ഇപ്പോഴവിടത്തേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, 6 മാസം കഴിയുമ്പോൾ കുട്ടിക്ക് ചലനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഊർജിതമാകും. അപ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ഏതൊരവസ്ഥയും ഈ കുട്ടിയെ ബാധിക്കും, ഉറപ്പാണ്. അമ്മയ്ക്കുണ്ടാകുന്ന എല്ലാ അവസ്ഥകളും, അമ്മ സന്തോഷവതിയാണെങ്കിൽ അത് കുട്ടിക്കും സന്തോഷത്തിൻ്റെ ഇതിൻ്റെ അലയൊലി ഉണ്ടാവും. അമ്മ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ സങ്കടം ഈ കുട്ടിയെ ബാധിക്കും. അമ്മ ഭയന്നു പോയാൽ ആ ഭയവും ഈ കുട്ടിക്ക് ബാധയുണ്ടാവും. അതാണ് ചില കുട്ടികൾ ചെറിയ കുട്ടികളായ ശേഷം പിന്നീട് നമുക്ക് കാണാൻ പറ്റും, ചെറിയ കുട്ടികൾ ഇങ്ങനെ എവിടെയെങ്കിലും മൂകയായിട്ടിരിക്കുന്നുണ്ടാവും. ചെറുപ്രായത്തിൽ തന്നെ ആരോടും കൂട്ടില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക്. കാരണം ഈ അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരുപാട് മാനസിക സംഘർഷത്തിൽ ടെൻഷൻ അടിച്ചിരുത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഈ കുട്ടിക്കും അതേപോലെ ഉണ്ടായിട്ടുള്ളത്. ചില കുട്ടികൾ നല്ലപോലെ ചിരിച്ചുകൊണ്ട് ഓടിച്ചാടി കളിക്കുന്നത് കാണാം. അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് അത്ര പോലെ സന്തോഷം കിട്ടിയിട്ടുണ്ടാകാം. ചില കുട്ടികൾ ആത്മീയമായിട്ട് ഈശ്വരീയമായ ഭക്തി നല്ലതുപോലെ ഉണ്ടാവാം. കാരണം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മ ഈശ്വരീയമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും സന്ധ്യാനാമത്തിൽ ഏർപ്പെടുകയും കീർത്തനങ്ങൾ ചൊല്ലുകയും സഹസ്രനാമങ്ങൾ ചൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കും അതിൻ്റെതായ ഒരു ഗുണം കിട്ടും. കാരണം ഗർഭസ്ഥ ശിശു ഈ ഗർഭാശയത്തിൽ കിടക്കുന്ന അവസരത്തിൽ വേറെ ഒരു കാര്യവും കുട്ടി കാണുന്നില്ല, വേറൊരു കാര്യവും കുട്ടി കേൾക്കുന്നില്ല. ആകെ കേൾക്കുന്നത് അമ്മയ്ക്കുണ്ടാവുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ അതെല്ലാം കുട്ടി അതേപടി പഠിച്ച് മനസ്സിലവിടെ ഓർത്ത് വെക്കും. നമുക്കറിയാലോ, മഹാഭാരതത്തിൽ അഭിമന്യുവിനെ ഗർഭിണിയായിരിക്കുന്ന അവസരത്തിലാണ് സുഭദ്രയോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് ചക്രവ്യൂഹത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള മാർഗം സുഭദ്രക്ക പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ സുഭദ്ര അങ്ങ് ഉറങ്ങിപ്പോയ സമയത്ത് കേട്ടതല്ല അഭിമന്യുവായിരുന്നു. കാരണം പൂർണ്ണ ഗർഭിണിയാണെന്നരം സുഭദ്ര. അപ്പോൾ ഈ അഭിമന്യു ആ ഗർഭാശയത്തിൽ അല്ലെങ്കിൽ ഈ
അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ കേട്ട് പഠിച്ച കാര്യങ്ങൾ കൊണ്ടാണ് ചക്രവ്യൂഹം ഭേദിക്കാൻ പഠിച്ചത്. പക്ഷെ അതിൽ പുറത്ത് കിടക്കേണ്ട കാര്യം കൃഷ്ണൻ അന്നേരം പറഞ്ഞു കൊടുത്തില്ല. കാരണം അവൻ അത്ര വയസ്സേ ആയുസുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് കൃഷ്ണൻ അറിയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഈ ഗർഭിണിയായിരിക്കുന്ന ശിശു ഗർഭിണിയായിരിക്കുന്ന അവരുടെ വയറ്റിലുള്ള ശിശു എല്ലാ കാര്യങ്ങളും പുറമേയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അമ്മയിലൂടെയാണ് അറിയുന്നത്. അമ്മയ്ക്കുണ്ടാകുന്ന ഓരോ ചലനങ്ങളും അത് കുട്ടിയെ ബാധിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾ എങ്ങനെയാവണം നമ്മൾ ആദ്യം ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കുക മാത്രമല്ല അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നോക്കൂ, രാത്രിയാണ്. ഈ രാത്രി സമയത്ത് കുട്ടി ഗർഭിണി നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നിരിക്കട്ടെ. വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ മുന്നോട്ട് ഒരു കല്ല് തട്ടി താഴേക്ക് പെട്ടെന്ന് ഇവരെ പേടിച്ചു പോകും. അല്ലെങ്കിൽ ഞാൻ വീഴുമോ എന്നൊരു പേരിൽ വയറും പിടിച്ച് അവർ ചിലപ്പോൾ നിലവിളിക്കാനും മതി. അത് ആ കുട്ടിക്കൊരു ഷോക്കായിരിക്കും. ആ ഷോക്ക് വളരെ തീവ്രമായിരിക്കും ഭയന്നിട്ടുള്ളത്. അവിടെ തീർന്നില്ല. ഇനി നമ്മൾ നടന്നു പോകാനിരിക്കട്ടെ, ടോർച്ച് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ടോർച്ച് പെട്ടെന്ന് അടിക്കുമ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ നിൽക്കുന്നു. ആ അമ്മ എന്നല്ല ആരും ഒന്ന് നിലവിളിച്ച് പോകും. അതാ കുട്ടിക്ക് പെട്ടെന്നുള്ളത് ദോഷം ചെയ്യും. ഇനി ഇതുമല്ല, ഇനി മറ്റെന്തെങ്കിലും ശബ്ദം കേട്ടിട്ട് ഒന്നും വേണ്ട, ഒരു പൂച്ച ഉറിയനെ പാഞ്ഞാൽ മതി, പെട്ടെന്ന് പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ അവർ പേടിച്ചു പോകും. ആരായാലും ധൈര്യം ഇതായിട്ടല്ല, പ്രേതോ ഭൂതോ പിശാചിനെ കൊണ്ടൊന്നുമല്ല, എന്നാലും പെട്ടെന്നൊരു ശബ്ദം കേൾക്കും ഞെട്ടിപ്പോകും. ഇത് ആ കുട്ടിയെ ബാധിക്കാൻ പാടില്ല. ഇനി അതും പോട്ട് ഇനി പകലായപ്പോൾ രാത്രി മാത്രമല്ല, ഞാൻ പറഞ്ഞു പകലും പോകാൻ പാടില്ല എന്ന് പറയുന്നതെന്നറിയാം. ഏതെങ്കിലും ഒരു അവസരം പട്ടി കടിക്കാൻ ഓടിച്ചു നിൽക്കട്ടെ, ഇത് മറ്റു തലപരത്തിൽ അമ്മ പേടിച്ചു എന്ന് മാത്രമല്ല, അമ്മ ചിലപ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടുമ്പോൾ തട്ടി വീഴാനിടയിൽ വരും. വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടിക്ക് മാത്രമല്ല, ചിലപ്പോൾ കുട്ടി തന്നെ നഷ്ടപ്പെട്ടു പോകും. വേറൊരു കാര്യം പറയുന്നല്ലോ, ഈ സമയത്ത് നമ്മുടെ പൂർവികർ പറയാൻ ചില വീട് പണി ഒരു കാരണവശാലും എടുക്കരുത്. ഗർഭിണിയായ ആൾ വീട്ടുണ്ടെങ്കിൽ അവർക്ക് വീടുന്ന വീടിൻ്റെ പണി എന്തായാലും തുടങ്ങരുത്. കാരണം എന്താ, ഈ വീട്ടിലേക്ക് പോകണം, അവിടെ നിന്ന് പല സാധനങ്ങൾ കാണണം, അവർക്ക് കൊണ്ടു കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കൊണ്ടുപോകാനോ അല്ല മറ്റൊരു കാര്യത്തിൽ പോകുന്ന അവസരത്തിൽ എന്തെങ്കിലും അപകടാവസ്ഥ കാണാനിടയായി നിൽക്കട്ടെ, അതിന് മുകളിൽ പണിയെടുക്കുന്ന ആൾക്കാർ പെട്ടെന്ന് വീഴുകയോ അല്ലെങ്കിൽ ഒരു പലക അടർന്ന് വീഴുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ കാണാനിടയാൽ അത് ഈ സ്ത്രീയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് അതൊരു ഷോക്കായി മാറും. പെട്ടെന്ന് കാണുമ്പോൾ മരം മുറിക്കുന്നിടത്ത് അവർ പോയി നിൽക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ട് വെച്ചാൽ, അത് തെറ്റി ഇവരുടെ ശരീരത്തിൽ വീഴുന്നുണ്ടല്ല, അത് ഒരു ഭയാനകമായ രീതിയിൽ പേടിയാവുന്ന തരത്തിൽ പെട്ടെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി വീഴുക, എന്തോ കൊമ്പ് മുറിക്കുമ്പോൾ ഏതെങ്കിലും ഇതിന് മുകളിൽ വീഴുമ്പോൾ ഇവർ ഞെട്ടിപ്പോകും. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഈ ഗർഭിണി ഒരു കാരണവശാലും പേടിച്ച് ഞെട്ടിപ്പോകാൻ ഇടവരരുത്. രാത്രി കാലങ്ങളിൽ നടക്കുമ്പോൾ തട്ടി വീഴാനും മറ്റുമൊക്കെ വരും, അത് വേറെ കാര്യം. അത് ശാരീരികമായിട്ട് പുറത്തുള്ളതും മറ്റേത് അകത്തുള്ളതുമാണ്. അപ്പോൾ അകത്തുള്ളത് ഒരു കാരണവശാലും കുട്ടിക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആണിത് പറയുന്നത്. മരണ വീട്ടിൽ പോകരുതെന്ന് പറയും. എന്തേ മരണ വീട്ടിൽ പോയാൽ? മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്നതെന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജിയാണ് ഫുള്ളായിട്ട്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ആ എനർജിയാണ് ഇവർക്ക് ശ്വസിക്കാനും ഇവരുടെ ഇതിലേക്കും വരുന്നത്. എന്ന് മാത്രമല്ല, അവിടെയുള്ളത് നെഗറ്റീവ് അന്തരീക്ഷം, കരച്ചിലും വിളിച്ചിലും ശോകമായിട്ട് അന്തരീക്ഷം. അത് അതേപടി വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് മരിച്ചതെങ്കിലോ അതിനേക്കാളും ഏറെയായിരിക്കും. അപ്പോൾ ഗരുഡ പുരാണത്തിൽ പറയുന്നത് വെച്ചാൽ, വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആൺകുട്ടികൾ ഇല്ലാത്ത സ്ഥലത്ത് പെൺകുട്ടികൾക്ക് ബലികർമ്മം ചെയ്യാമെന്നാണ് പറയുന്നത്. ഗരുഡ പുരാണത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ആൺകുട്ടികൾക്ക് ഇല്ല, അവർക്ക് പെൺകുട്ടികൾക്ക് ബലികർമ്മം ചെയ്യാൻ ഒരു തെറ്റുമില്ല. അങ്ങനെ ബലികർമ്മം ചെയ്യുന്നത് ഈ ഗർഭിണിയാണെങ്കിൽ അവർ ചെയ്യരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഗർഭിണികളും അലമുറയിട്ട് കരയുന്നവർക്കും ഒരു കാരണവശാലും ഈ ശവത്തിൻ്റെ അരികിൽ കൊണ്ടുപോയിട്ട് ബലികർമ്മം ചെയ്യിക്കരുത് എന്ന് ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്. കാരണം കരഞ്ഞുകൊണ്ട് അവരെ യാത്രയാക്കരുത്. ഗർഭിണികൾക്ക് ആ കുട്ടിക്ക് ദോഷം ചെയ്യുന്നതുകൊണ്ടാണ് ഒരു കാരണവശാലും ആ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിർബന്ധിക്കേണ്ട. അവർക്ക് ഇഷ്ടപ്രകാരം വേണമെങ്കിൽ ചെയ്തോട്ടെ, അവരെ നിർബന്ധിച്ചിട്ട് ഒരിക്കലും ചെയ്യരുതെന്ന് പറയുന്നത്. ചെയ്യുന്നതുകൊണ്ട് ദോഷം ഉണ്ടായിട്ടില്ല. കാരണം അവർക്ക് എൻ്റെ അച്ഛന് വേണ്ടി എനിക്ക് ചെയ്യണമെന്നൊരു ആത്മാർത്ഥമായിട്ടൊരു വിഷയം ഇതുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. അതല്ലാതെ നീ മോളെ വേറെ ആരും ചെയ്യാനുള്ള, അതുകൊണ്ട് നീയാണ് ചെയ്യേണ്ടത്, നീ പോയിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിർബന്ധിക്കരുത്. ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ റിസ്ക് ഉള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. വീട് മാറാൻ പാടില്ല. നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെന്നിരിക്കട്ടെ, അപ്പോൾ ആ അവസരത്തിൽ ഈ വീട് മാറി വേറൊരു വീട് സ്വീകരിക്കരുത്. കാരണം എന്താ, അവർക്ക് കഠിനമായ അധ്വാനം ചെയ്യേണ്ടതായി വരും. അത് അവർക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറയുന്നു. അതിശക്തിയോടുള്ള ശബ്ദങ്ങളൊന്നും തന്നെ കേൾക്കാൻ പാടില്ല. നമ്മുടെ കർണപൂർത്തം താങ്ങാൻ പറ്റുന്നത് പോലെ അതിനേക്കാൾ കൂടുതൽ ശബ്ദം കേൾക്കരുത്. എന്ന് വെച്ചാൽ വെടിക്കെട്ട് പോലുള്ളത്, ഗംഭീരമായിട്ടുള്ള ഈ ബാൻഡ് വാദ്യത്തോടു കൂടിയിട്ടുള്ള ഈ സംഗീതം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കരുത്. അതൊക്കെ ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ ചെവിക്ക് തകരാറുണ്ടാവും. എന്നുവെച്ചാൽ ചെവി പൊട്ടനായിട്ട് അല്ലെങ്കിൽ ചെവി കേൾക്കാത്ത
ഒരു കുട്ടിയായിരിക്കും അവർക്ക് ലഭിക്കുക. അതുപോലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ, കാരണം കണ്ണിലേക്ക് ഇതായിട്ടുള്ള ഒരു പ്രത്യേക ചില ലൈറ്റുകളുണ്ടല്ലേ, അങ്ങനെ ലൈറ്റുകൾ കാണാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കുട്ടിയുടെ കണ്ണിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ, വലിയ വലിയ സാഹസികമായിട്ട് ഇപ്പോൾ സർക്കസെല്ലാം കാണുന്നില്ല പലതരത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ അമ്മയുടെ ഉള്ളിലൊരു ആന്തലുണ്ടാകും. അതോടുകൂടി എന്താവും, ഈ കുട്ടിക്കും അത്തരത്തിൽ പ്രയാസങ്ങളുണ്ടാവും. നോക്കൂ, എന്തൊക്കെയാണ് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കാരണവശാലും രാത്രി പോകാനേ പാടില്ല എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ പുറത്തിറങ്ങാൻ പാടില്ലാത്ത, പകലാണെങ്കിൽ രാത്രി തന്നെ പുറത്തിറങ്ങാൻ പാടില്ലാത്തൊരു സമയമാണ് ഗ്രഹണ സമയം. ഈ ഗ്രഹണ സമയത്ത് ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ നെഗറ്റീവായിട്ട് ഊർജ്ജം, പണ്ട് കാലങ്ങളിൽ നിർബന്ധമായിട്ടും ഗ്രഹണ സമയത്ത് ആരും വെളിയിൽ ഇറങ്ങില്ല. പക്ഷെ ഗർഭിണികൾ തീരെ പുറത്തൊക്കെ ഇറങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത്. സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥയിലും അവർ ചെന്ന് ചാടരുത്. കാരണം സങ്കടകരമായ കാര്യങ്ങൾ അവർ കേട്ട് അവർ സങ്കടപ്പെടുകയാണെങ്കിൽ അത് അവർക്ക് കുട്ടിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടി, ഭാര്യയോട് ശത്രുതയുണ്ടാകാം, ഭാര്യയോട് വെറുപ്പുണ്ടാകാം, അവരുടെ കുടുംബത്തോട് വെറുപ്പുണ്ടാകാം, പക്ഷേ അവരുടെ വയറ്റിൽ വളരുന്നത് എൻ്റെ കുട്ടിയാണ് എന്നുള്ള ചിന്ത ആ ഭർത്താവിൻ്റെ അമ്മയും ആ ഭർത്താവും അവരുടെ കുടുംബാംഗങ്ങളും ചെയ്യണം. കാരണം നമ്മുടെ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു പോറൽ പോലും വരിക്കാൻ പാടില്ല. ആ കുട്ടി യുവകോമളനായിട്ട് സുന്ദരനായിട്ട് എല്ലാ കഴിവുമുള്ളവനായിട്ട് വളരണം, അല്ലെങ്കിൽ അവൾ വളരണം. അങ്ങനെ വളരണമെന്നുണ്ടെങ്കിൽ ആ ദേഷ്യം അവളോട് കാണിക്കുന്നതുകൊണ്ട് അവൾക്ക് ആ സമയത്ത്, നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ദേഷ്യം കാണിക്കുകയോ ഇതൊക്കെ ചെയ്തു, പക്ഷേ ഗർഭിണിയായിരിക്കുന്ന പെൺകുട്ടിയോട് ഒരിക്കലും നമ്മൾ അവളെ കഠിനാധ്വാനം ചെയ്യിപ്പിക്കുക, അവൾക്ക് മാനസികമായി സംഘർഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുക, അങ്ങനെ ഒരു തരത്തിലുള്ള പീഡനവും കൊടുക്കരുത് എന്ന് അമ്മമാരോട് ഞാനൊന്ന് പറയട്ടെ, അവരുടെ കുടുംബാംഗങ്ങളോട് പറയട്ടെ. ഈ അവസരത്തിൽ നമ്മുടെ പൊന്നോമനയായിട്ടുള്ള ആ പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ അവൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരേണ്ടതാണ്. അതുകൊണ്ട് അവരെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലുള്ളൊരു സന്തോഷമുള്ള ഒരു അന്തരീക്ഷം നമ്മൾ വീട്ടുണ്ടാക്കി കൊടുക്കണം. ഈ നല്ലപോലെ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രമല്ല, അവർക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ഭക്തിയുടെ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഭയഭക്തിയുള്ളൊരു കുട്ടിയെ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഭയവും ഉണ്ടാവും, ഭക്തിയും ഉണ്ടാവും, എല്ലാത്തിനോട് സ്നേഹവുമുള്ള, നമ്മുടെ അമ്മയ്ക്ക് എങ്ങനെയാണോ കുട്ടികളോട് സ്നേഹമുള്ളത്, എങ്ങനെയാണോ മറ്റുള്ളവരുടെ അമ്മ പെരുമാറുന്നത്, അതേപോലെയുള്ളൊരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം വീട്ടിൽ. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാരണം. ഈ ഗ്രഹണ സമയത്തൊക്കെ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗ്രഹണ സമയത്ത് മാത്രമല്ല, ഈ മറ്റേതെങ്കിലും സാഹസികമായിട്ടോ മറ്റേതെങ്കിലും കാര്യത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് പ്രധാനമായിട്ട് സംഭവിക്കുക വെച്ചാൽ മാസം തികയാതെ കുട്ടി ജനിക്കും. അംഗവൈകല്യത്തോടു കൂടിയായിരിക്കും കുട്ടി ജനിക്കുക. പല ആൾക്കാർക്കും വൈകല്യങ്ങൾ, എന്തൊക്കെ വൈകല്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ശാരീരികമായ വൈകല്യങ്ങൾ അവർ എന്ന് പേടിച്ച് ഓടുകയോ ചാടുകയോ വീഴുകയോ പൊട്ടുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുകയെങ്കിൽ, മാനസികമായിട്ട് വൈകല്യം, ചിലപ്പം ചെവി കേൾക്കാത്ത ആൾക്കാരുണ്ടാവും, കണ്ണ് കാണാത്ത ആൾക്കാരായിട്ടുണ്ടാവും, ബുദ്ധിഭ്രമം വന്നിട്ടുണ്ടാവാം, പേടിച്ച് പകച്ചു പോയിട്ട് ബുദ്ധിഭ്രമം വന്നു പോയിട്ടുണ്ടാവും. ഒരിക്കലും പേടിച്ച് പകച്ചു പോകാൻ അവരനുവദിക്കരുത് നമ്മൾ. അപ്പോൾ അങ്ങനെ പകച്ചുപോയ ബുദ്ധിഭ്രമം അടക്കൊണ്ട് കുട്ടി മന്ദബുദ്ധിയായി തീരും. നമ്മുടെ കുട്ടി എങ്ങനെ വേണം നമ്മളാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ പരിപൂർണമായിട്ടും അവൾക്ക് രക്ഷ കൊടുക്കണം. അപ്പോൾ അവൾക്ക് സന്തോഷമുള്ള ഒരു അന്തരീക്ഷത്തിൽ എപ്പോഴും നമ്മളെല്ലാവരും അടുത്തിരിക്കണം. ഒറ്റക്കാകുമ്പം നമ്മളെ വീട്ടിൽ ആരെങ്കിലും വന്നു പെട്ടെന്ന് അവർ പേടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അവർക്കൊരു വേദന വന്നു അവർ പേടിച്ചു പോകും. അല്ലെങ്കിൽ അടുത്ത പെട്ടെന്നൊരു പാമ്പിനെ കണ്ടു, ഒരു പട്ടിയെ കണ്ടു, ഇങ്ങനെ തരത്തിലൊരു വീട്ടിൽ ആര് വന്നാൽ ചിലപ്പോൾ അവർക്ക് വീട്ടിൽ വരുന്ന ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ ആൾക്കാർ ആരെങ്കിലും നമ്മൾ പോയിട്ട് കോളിയും ബെല്ല് തുറന്ന ഉടനെ നമ്മൾ പോയി നോക്കുക, അവരെ വിടരുത്. അവർ വേണ്ടപ്പെട്ട മോളെ ഇതാ വന്നിട്ട് എൻ്റെ അച്ഛൻ വന്നിട്ട് എൻ്റെ അമ്മ വന്നിട്ട് എൻ്റെ കുടുംബക്കാർ വന്നിട്ട് അതിട്ട് വിളിച്ചിട്ട് നമ്മൾ ഇതാക്കുക. അതല്ലാതെ ഇത്തരത്തിൽ ഒരു കാരണവശാലും അവരെ ഉമ്മറത്തേക്ക് പോലും വിടരുത്. സ്നേഹത്തോടു കൂടി അവരെ വീർപ്പ് മുട്ടിക്കണം. നോക്കൂ, 6 മാസം കഴിഞ്ഞാൽ നമ്മുടെ ഈ പെൺകുട്ടി എവിടെ കഴിയുമെന്നറിയാം? ആ പെൺകുട്ടിയുടെ വീട്ടിലാണ് പോയിട്ട് കഴിയുന്നത്. എന്തിനാണെന്നറിയാം? ഇവിടെ അച്ഛനും അമ്മയും എല്ലാം തന്നെ അവരുടെ പരിചരണത്തിനായിട്ട് അവിടെ ഉണ്ടാവും, അവളെ സ്നേഹിക്കാനും ഇതാക്കാനും ഉണ്ട്. കുറേ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ചില ശ്രേഷ്ഠമായിട്ടുള്ള അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അവരൊക്കെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഭാര്യയുടെ വീട്ടിൽ കൊണ്ടാക്കണമെന്നൊന്നുമില്ല. എന്തിനാ 6 മാസം കഴിഞ്ഞാൽ ഭാര്യയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നത് വെച്ചാൽ അവൾക്ക് അവിടെ നല്ല പരിചരണം കിട്ടും, നല്ല സ്നേഹം കിട്ടും, നല്ല സന്തോഷം കിട്ടും എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നത്, മറ്റൊന്നുമല്ല. അപ്പോൾ നമ്മളെന്ത് വേണം? നമ്മുടെ വീട്ടിൽ ഈ കുട്ടി ഉണ്ടാവുന്ന കാലത്തോളം അവളുടെ ഉള്ളിലുള്ള കുട്ടി നമ്മുടേതാണെന്നുള്ള ചിന്തയോടുകൂടി അവൾക്ക് ഒരു തരത്തിലുള്ള ഭയവും മറ്റുള്ള മാനസികമായ സംഘർഷങ്ങളും ഒന്നുമില്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടി വൈകല്യമുള്ളതായി പിന്നെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
ആർഭോഷനായിട്ട് പോയി കഴിഞ്ഞിട്ട് കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ നമ്മളുടെ പിടിപ്പുകളാണ്, ആ പെൺകുട്ടിയുടേതല്ല. അപ്പോൾ ആ പെൺകുട്ടിക്ക് സ്നേഹവും സന്തോഷവും പരമാവധി കൊടുക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾ വീട്ടിലുണ്ടാവുക. ഒരു കാരണവശാലും അവർക്ക് ഭയമുണ്ടാക്കാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കണം. അവർക്ക് പേടിയില്ലാതെ യഥേഷ്ടം ആ വീട്ടിൽ എല്ലാ സ്ഥലത്തും ആൾക്കാരുണ്ടായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവണം. പണ്ട് കാലങ്ങളിൽ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ അന്ന് ഈ വൈദ്യുതി വിളക്കൊന്നുമില്ല. അപ്പോഴെന്താ ഈ വീടിന് വെളിയിലേക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇരുട്ടാണ്. പെട്ടെന്നൊരു പൂച്ച മുറിയാൻ പറഞ്ഞാൽ പോലും പേടിച്ചു പോകും. ഇന്ന് പിന്നെ ട്യൂബ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ ഒന്നിച്ച് പോകുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കാം, ഒരു കാരണവശാലും ഒരു അപകടമോ മറ്റു കാര്യങ്ങളൊന്നും അവരുടെ ശ്രദ്ധയിൽപ്പെടാൻ പാടില്ല. ഇപ്പോൾ ടൗണിലൂടെയാണ് പോകുന്നത്, പെട്ടെന്ന് ഒരു വാഹനം ഒരു ആക്സിഡൻറ്റ് കാണുന്നത്, എന്തായിരിക്കും അവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. ആ കുട്ടിക്കുണ്ടാകുന്ന അന്തരീക്ഷം, ഈ കുട്ടി വയറ്റിലുള്ള കുട്ടിക്ക് എന്തായിരിക്കും അവസ്ഥയുണ്ടാവുക? ഇവർ പേടിച്ച് അങ്കലാപ്പായി അല്ലെങ്കിൽ സങ്കടം വരും, അങ്ങനെ പലതും വന്നിട്ട് ഈ കുട്ടിയും അതേപോലെ ആയിത്തീരും. അപ്പോൾ നമ്മളാണ് ചിന്തിക്കേണ്ടത്, നമ്മുടെ ഒരു ഭാര്യയും മകളും സന്തോഷവതി ആയിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുരുഷന്മാരും മറ്റുള്ള അമ്മമാരും കുടുംബാംഗങ്ങളും എല്ലാവരും ശ്രമിക്കുക. നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും ഒരു അംഗവൈകല്യമുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുറവുകളോ ന്യൂനതകളോ ഉള്ള ഒരു കുട്ടിയും ഉണ്ടാവരുത്. നല്ലപോലെ ഭക്തിയും സ്നേഹവും അതുപോലെ സന്തോഷവതിയുമായിട്ടുള്ള കുട്ടികൾ നമുക്കുണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും ഈ വിഷയം നമ്മൾ പ്രത്യേകിച്ച് ഗർഭിണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മളിത് അയച്ചു കൊടുക്കുക. അവരൊക്കെ അറിയട്ടെ, അവരുടെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ഗർഭിണിക്ക് അയച്ചു കൊടുക്കുന്നതിന് പകരം അവരുടെ ഭർത്താവിനും അവരുടെ അമ്മയ്ക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കുക. ഇനി വേറൊരു കാര്യം വെച്ചാൽ, നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ മകൾ വേറൊരു വീട്ടിലുള്ളത്, അവിടത്തേക്ക് നമ്മൾ ഇതുപോലെ അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കെങ്കിലും ബോധവാന്മാരാവും, നമ്മളും ബോധവാന്മാരാവും, അവരും ബോധവാന്മാരാവും. അപ്പോൾ ഇത്തരത്തിലൊരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയിട്ട് ശ്രേഷ്ഠമായ ഒരു ഉണ്ണിക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ നമ്മൾ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുക. മറ്റൊരു വിഷയമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.